അങ്ങനെ നമ്മുടെ ഗീതു ഉണ്ടല്ലോ, ഗോവിന്ദ് വരുമ്പോൾ, അതായത് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരും എന്നാണ് ഗീതു കരുതിയിരിക്കുന്നത്. ഗീതു ആണെങ്കിൽ അമ്മയ്ക്കൊപ്പം കൂട്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്തിന് ഗോവിന്ദിനൊപ്പം റോഡിൽ കൂടെ രാത്രി കൈ കോർത്തു പിടിച്ച് നടക്കണം, മനസ്സിലുള്ള പ്രണയമൊക്കെ തുറന്നു പറയണം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ ഗീതു ഇരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഗോവിന്ദ് വരൂ, അതോ പറ്റിക്കോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇതെന്ന് വെച്ചാൽ 11-ാം തീയതിയിലെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. കിഷോറും അമ്മയും കൂടി ഉള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അവർണിക വരുന്നുണ്ട്. അവർണിക വരുമ്പോഴത്തേക്ക് നമ്മുടെ അജാസിൻ്റെ കൂടെ വരുന്നത് കണ്ടിട്ട് നമ്മുടെ കിഷോറിൻ്റെ അമ്മയ്ക്ക് തീരെ ദഹിക്കുന്നില്ല. അങ്ങനെ കിഷോറിനോട് പറയുന്നുണ്ട്, നീ പോയിട്ട് അവളെ നന്നായിട്ട് നല്ല രീതിയിൽ അവളെ താക്കീത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ അയക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിഷോർ വന്നിട്ട് നമ്മുടെ അവർണികയോട് അതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അവർണിക പറയുന്നുണ്ട്, എന്തെങ്കിലും അതായത് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലുണ്ടല്ലോ, നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ എൻ്റെ ഡാഡിയോട് പറയും, ഒടുവിൽ നിന്നെ ഡാഡി ഒറ്റ വെടിക്ക് കൊന്നു കളയും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവർണിക പറഞ്ഞ് നമ്മുടെ കിഷോറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം കിഷോറിനോട് അവർണിക പറയുകയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, നീയായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി അല്ലാതെ എങ്ങനെ ആയാലും എന്നെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്നെയും അജാസിനെയും തമ്മിലുള്ള സംശയം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നീയായിട്ട് മാറ്റിയെടുത്തോളണം. അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ ആരോഗ്യസ്ഥിതി തന്നെ മോശമാവും, പിന്നെ നിനക്ക് ഭൂമിക്ക് നേരെ ജീവിക്കാൻ അധികം ആയുസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക അങ്ങ് പോവുകയാണ്. അതോടുകൂടിയാണ് നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മുടെ കിഷോറിൻ്റെ അമ്മ വരികയാണ് നമ്മുടെ കിഷോറിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ മോനെ അവൾ പോയോ, നീ നല്ല താക്കീത് കൊടുത്തോ അവൾക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കണം, എന്തിനെന്നോ, നിനക്കറിയില്ലേ എന്തിനാണെന്ന്? ദേ അവൻ്റെ കൂടെയുള്ള ആ വരവുണ്ടല്ലോ, അതൊട്ടും പന്തിയല്ല. ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിച്ചാലുണ്ടല്ലോ, നീ ആ കാര്യത്തിന് അവളുടെ നേർക്ക് എന്ത് നടപടിയാണ് എടുത്തത്? നീ അവളെ നന്നായിട്ട് പറഞ്ഞ് വിലക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കിഷോറിൻ്റെ അമ്മ. അപ്പോൾ കിഷോർ ചോദിക്കണേ, എന്ത് കാര്യത്തിന്? ദേ എൻ്റെ ഭാര്യയെ എനിക്ക് ഒരു സംശയവുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം, അജാസും അവളും തമ്മിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന്. അമ്മ വെറുതെ അതിനെതിരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കിഷോർ കയറി പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അമ്മ അന്തം വിട്ട് നോക്കണേ, ഇവനെന്ത് പറ്റി, ഇവൻ കുറേ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത് എന്ന് നമ്മുടെ അമ്മ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ്. നമ്മുടെ വിലാസിനിയും ഗീതുവും കൂടിയുള്ള കാര്യമാണ് കാണിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിലാസിനിക്ക് ബോധം വീണിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ വിലാസിനിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, ഗീതു നീ അമ്മയെ ഒന്ന് വിളിച്ചു നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. അമ്മ കണ്ണു തുറന്നില്ലെങ്കിലോ എന്നുള്ള ചില ഉത്കണ്ഠകളൊക്കെ നമ്മുടെ ഗീതുവിനുണ്ട്. എന്നാലും നമ്മുടെ ഗീതു അമ്മയെ വിളിക്കുകയാണ്. അമ്മ കണ്ണ് തുറക്കമ്മേ, അമ്മയുടെ ഗീതു അല്ലേ വിളിക്കുന്നത്, അമ്മ കണ്ണ് തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ആദ്യം കുറച്ച് തവണ വിളിക്കുമ്പോഴത്തേക്ക് വിലാസിന് കണ്ണൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മുടെ ഗീതു ആവർത്തിച്ച് വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിലാസിന് മെല്ലെ മെല്ലെ കണ്ണുകളൊക്കെ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിനെ കാണുമ്പോഴത്തേക്ക് വിലാസിനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ വിലാസിനി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കണം, മോളെ ഗീതു എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ഗീതു പറയണം, അമ്മയ്ക്ക് ഒന്നുമില്ല അമ്മയ്ക്കിപ്പോൾ ഒന്നുമില്ല, അമ്മയ്ക്കുണ്ടായിരുന്ന ആ ട്യൂമറില്ലേ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇനി അമ്മയ്ക്ക് ആ ഒരു അസുഖമേ വരില്ല, അമ്മ പെട്ടെന്ന് സുഖം പ്രാപിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിലാസിനി പറയണം, മോളെ എൻ്റെ അസുഖത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞോ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, അറിയേണ്ടവരൊക്കെ അറിഞ്ഞു അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതുവിനോട് നമ്മുടെ വിലാസിനി പറയണം, മോളെ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയല്ല, ഈ അസുഖത്തിൽ നിന്നും അമ്മ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് അമ്മ കരുതിയതേയല്ല, എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണേ, എന്തിനാ അമ്മേ നന്ദിയൊക്കെ പറയുന്നത്? അല്ല മോളെ, എനിക്ക് ഗോവിന്ദനോടാണ് നന്ദിയുള്ളത്, എനിക്ക് ഗോവിന്ദനെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, അദ്ദേഹം കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അമ്മേ, ഇപ്പോൾ കുറച്ച് മുമ്പ് പോയതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വരും അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അമ്മ ഇനി സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിലാസിനി പറയുകയാണ്, മോളെ
മോളെ എനിക്ക് പേടിയാ, എൻ്റെ മോൾ അമ്മയുടെ അടുത്ത് നിന്നും മാറരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയുകയാണ്, ഇല്ലമ്മേ, ഞാൻ അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല, അമ്മ ഇവിടെ തന്നെ സമാധാനമായിട്ടിരിക്കുക, ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഇല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അമ്മ കണ്ണടച്ച് കിടന്ന് മെല്ലെ ഉറങ്ങ്, എന്താ അമ്മയ്ക്ക് വേദന വല്ലതും തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിലാസിനി പറയാണ്, ഇപ്പോൾ മനസ്സിന് ഒരിത്തിരി സമാധാനമുണ്ട് മോളെ, സത്യത്തിൽ എനിക്ക് ഈ അസുഖത്തിൽ നിന്നും ഒരു മോചനം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, വിലാസിനി ഇനി അധികം സംസാരിക്കുകയൊന്നും വേണ്ട, ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ മാറുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു നമ്മുടെ അമ്മയുടെ നെറുകയിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ ഞാൻ എങ്ങും പോവില്ല, അമ്മ ഉറങ്ങി കഴിയുന്നത് വരെ ഞാൻ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭദ്രൻ ഫോൺ വിളിക്കുകയാണ്. ഭദ്രൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നാണ് ഫോൺ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീതു മെല്ലെ നടന്നു വരുന്നത് നമ്മുടെ ഭദ്രൻ കാണുന്നില്ല. ഭദ്രൻ ഫോൺ വിളിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പുള്ളിക്കാരനോട് വിളിച്ചിട്ട് കുറേ കാശ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പറയുകയാണ്, ഭദ്രൻ ഹലോ, ഞാൻ എൻ്റെ ഭാര്യ വിലാസിനിയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ, അവളുടെ തലച്ചോറിൽ ട്യൂമറായിരുന്നു, അപ്പോൾ അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അപ്പോൾ കുറേ കാശ് വേണമായിരുന്നു, അതിൽ ഒരു 25 ലക്ഷം രൂപ അർജൻറ്റായിട്ട് ഇവിടെ അടയ്ക്കേണ്ടി വന്നു, ഇനി ഒരു 5 ലക്ഷം കൂടി പെട്ടെന്ന് തന്നെ ഉടനെ അടയ്ക്കണം, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ പലിശയൊക്കെ ഞാൻ കൃത്യമായിട്ട് തരാം കേട്ടോ, പിന്നെ പലിശയിലൊന്നും ഞാനൊരു മുടക്കവും വിചാരിക്കില്ല, അത് മാത്രമല്ല എൻ്റെ മരുമകനുണ്ടല്ലോ, മരുമകനാ, അവനിപ്പോൾ ബിസിനസ് ടൂറിലാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ പൈസയ്ക്കൊന്നും ഒരു പ്രശ്നവും വരില്ലായിരുന്നു, എൻ്റെ മരുമകൻ നാട്ടിൽ വരട്ടെ, അപ്പം തന്നെ ഈ പലിശ ചേർത്ത് തരും എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനെ നോക്കിയിട്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛന് നാണമില്ലേ അമ്മയുടെ പേരും പറഞ്ഞ് ലോകത്ത് നിന്നൊക്കെ കിട്ടാവുന്നവരെ എന്നൊക്കെ കടം മേടിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭദ്രൻ ചോദിക്കണേ, എടി മോളെ, നിൻ്റെ അമ്മയ്ക്ക് എത്ര ലക്ഷം രൂപയായി എന്നാണ് വിചാരിക്കുന്നത്, അതിനൊക്കെ പൈസ വേണ്ടേ, ദേ ഇപ്പോൾ ഒരാളെ നിന്ന് ഞാൻ 5 ലക്ഷം രൂപ ഇപ്പോൾ ചോദിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഉടനെ ഗീത് പറയണം, ദേ എന്നെ കൊണ്ട് അച്ഛനൊന്നും വിളിപ്പിക്കരുത്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പൈസ ചിലവാക്കുന്നത് അച്ഛനാണോ, അദ്ദേഹമല്ലേ ചിലവാക്കുന്നത്, അതിന് അച്ഛൻ എന്തെങ്കിലും നാട്ടുകാരെ കയ്യിൽ നിന്ന് മുഴുവനും പൈസ കടം മേടിക്കുന്നത്, ഇതേ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തെ കൂടെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്, ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കുമെന്ന് അച്ഛൻ വിചാരിക്കണ്ട, പിന്നെ ഈ കടം മേടിച്ച് കൂട്ടുന്നവരൊക്കെ വന്ന് ചോദിക്കുമ്പോഴുണ്ടല്ലോ, കണ്ണേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, എൻ്റെ ശരിക്കുള്ള സ്വഭാവം അച്ഛൻ മനസ്സിലാക്കാൻ പോണതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗീത് പോവുകയാണ്. അപ്പം ഭദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ വിചാരിക്കുകയാണ്, ഇവക്കിതെന്താ, ഇവളിട്ട് തരത്തുമില്ല, ആരുടെ കയ്യിൽ നിന്നെങ്കിലും മേടിച്ചാൽ അതിട്ട് ഇവക്ക് പിടിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഭദ്രൻ വിചാരിക്കണേ, ഈശ്വര, ഇനി ഈ രാധികാമയും അനാർക്കലിയും കൂടി എന്നെ ഇനി എന്ത് ചെയ്യുമെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്, രണ്ടെണ്ണവും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് വീണ്ടും ഭദ്രനാണെങ്കിൽ ചിന്ത അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ ഗീതുവിനെ രഞ്ജുവും അതുപോലെ നമ്മുടെ രഞ്ജുവും നമ്മുടെ രേഖയും കൂടി ചേർന്നിട്ട് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഗീതു പറയണം, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ അമ്മയെ കയറി കണ്ടു, അമ്മ സുഖമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കണ്ണേട്ടൻ്റെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേഖ പറയാണ്, കണ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, നിൻ്റെ ഗോവിന്ദേട്ടനുണ്ടല്ലോ വന്ന സമയം മുതൽക്കേ കൂട്ടിലിട്ട വെരുകിനെ കണക്കായിരുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാനായിട്ട് ഞാൻ മുറിയിൽ ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രഞ്ജി പറയണം, അതെ പ്രിയതമയെ കാണാത്തോണ്ടേ പ്രിയതമന് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു, ഗോവിന്ദേട്ടൻ ഇന്നെന്തായാലും ഉറങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, മിക്കവാറും ഉണ്ടല്ലോ ഇന്ന് തന്നെ നിന്നെ തിരക്കിയിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്തിന് പുള്ളിക്കാരൻ ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജുവാണ് പറയുന്നത്. അപ്പോൾ ഗീത് പറയണം, അത് വെറുതെ ഇരിക്കും രഞ്ജു എന്നിങ്ങനെ പറയണം. നീ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറയണ്ട, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനേ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുണ്ടല്ലോ, നീ എനിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിന്നില്ലേ, അപ്പോൾ ആ സമയത്ത് ഗോവിന്ദേട്ടനെ രാത്രിയിൽ മെല്ലെ വന്നതും നീ എന്നെ അവിടെ തനിച്ചാക്കിയിട്ട് ഗോവിന്ദേട്ടനും നീയും കൂടി ചേർന്നിട്ടേ തട്ടുകടയിൽ ദോശ തിന്നാനെന്നും പറഞ്ഞ് മുങ്ങിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീത് പറയണേ, എന്താടി രഞ്ജു, നിന്നെ എൻ്റെ കൈ കിട്ടിട്ടടി കാന്താരി, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഗീതു. അപ്പോൾ നമ്മുടെ രഞ്ജി പറയണ, എൻ്റെ പൊന്നു മോളെ, ഇപ്പോൾ എനിക്കറിയാം നിൻ്റെ മൂഡിപ്പോൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഉടനെ നമ്മുടെ
എന്താ പറയുന്നത്, രഞ്ജു പറയണേ, ഇപ്പോൾ നിന്റെ മനസ്സിൽ നല്ല വിരഹം കാണും, പ്രിയതമനെ കാണാത്തതിൻ്റെ വിരഹം. നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജു പാടേണ്. എന്താണ്? വിധുരയാമിനി വീണ പൂവിൽ ഇതളറിയാത്ത നൊമ്പരം എന്നൊക്കെയുള്ള ആ വരി ഉണ്ടല്ലോ. വിധുരയാമിനി വീണപ്പൂവിൽ ഇതളറിയാത്ത നൊമ്പരം, കൺമതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ എന്നുള്ള ആ വരി വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ് നമ്മുടെ രഞ്ജു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീത് പറയണേ, എൻ്റെ പൊന്നോ, ഈ സുന്ദരമായ ഗാനം വെറുതെ പാടിക്കുളം ആക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ആ പാട്ടിനെ വെറുതെ കൊല്ലല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രേഖ പറയാണ്, പാട്ടിനെ ഞങ്ങളാരും കൊല്ലുന്നില്ല, പക്ഷേ ഗോവിന്ദേട്ടൻ ഇപ്പോൾ മുറിയിൽ ആകെ അസ്വസ്ഥനായിട്ട് നടക്കുകയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീത് പറയണം, വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും വെറുതെ ഒത്തു കളിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം, വെറുതെ നിങ്ങൾ ഉള്ളതെല്ലാം കൂട്ടി പറയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രേഖ പറയണ, ഇല്ല ഗീതു, ഞാൻ എന്തായാലും കൂട്ടി പറയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഗീതുവിനോട് രേഖ പറയുകയാണ്, ഗോവിന്ദേട്ടൻ്റെ ചില വ്യത്യസ്തമായ വിരഹ താപ പ്രകടനങ്ങളെ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം, ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടേ നിൻ്റെ മൊബൈലിലേക്ക് അയച്ചു തരാം, അപ്പോൾ നീ വിശ്വസിക്കുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത പറയണം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചു താ രേഖേച്ചി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേഖ നമ്മുടെ രഞ്ജുവിനോട് പറയണ, രഞ്ജു, നമുക്ക് മുറിയിൽ പോയി നോക്കാം, അപ്പോൾ ഗോവിന്ദേട്ടൻ മുറിയിലുണ്ടാവും, അപ്പോൾ ഗോവിന്ദേട്ടൻ പോലും കാണാതെ ഗോവിന്ദേട്ടൻ്റെ അസ്വസ്ഥതകൾ നമുക്ക് വീഡിയോയിൽ പിടിച്ചെടുത്തിട്ട് ഗീതുവിന് ഇട്ട് കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണ, അതൊരു ഐഡിയ തന്നെയാണ്, അങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ ഇന്ന് രാത്രി തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകും പുള്ളിക്കാരൻ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മൊബൈലും കൊണ്ട് പോവുകയാണ്, ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ആണെങ്കിൽ ഹോസ്പിറ്റലിലുണ്ട്. ഗീതു ഇങ്ങനെ ഇരുന്നിട്ട് ഒരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, ഗീതുവിൻ്റെ ചിന്തകളൊക്കെ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടി ഒരുമിച്ച് ഒരു പാലത്തിൽ കൂടി നടന്നിങ്ങനെ വരികയാണ്. രണ്ടുപേരും നല്ല അടിപൊളി ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഗീതുവും ഗോവിന്ദനും കൂടെ അടുത്ത് വരുന്ന സമയത്തിന് ഗീതു ഗോവിന്ദനോട് പറയുകയാണ്, മനസ്സിലുള്ള കാര്യം, നമ്മൾ ഇന്ന് മനസ്സിലുള്ള ഒരു കാര്യം എനിക്ക് തുറന്നു പറയണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, പറയൂ, ഞാനും ചിലതൊക്കെ പറയാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഗോവിന്ദ് പറയാണ്. അപ്പോൾ ഗീതു പറയാണ്, അത് ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ആദ്യം ഞാൻ തന്നെ പറയട്ടെ കണ്ണേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ തന്നെ പറയേ, അതിനുശേഷം ഞാൻ പറയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയാണ്, പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഒരു കർമ്മം ചെയ്യണം, അതിനെന്നെ അനുവദിക്കണേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, നീ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കിസ് കൊടുക്കാനായിട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത്, അത്രമാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഗീതു ഇങ്ങനെ ആ സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി ഉണരുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരുന്ന് മനോരാജ്യം വിചാരിച്ചിങ്ങനെ ഇരുന്ന് വിചാരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രഞ്ജുവും രേഖയും കൂടി മൊബൈലും കൊണ്ട് ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മെല്ലെ പൂച്ചക്കുഞ്ഞു പമ്മി പോകുന്ന കണക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. ചെന്നിട്ട് നോക്കുമ്പോൾ ഗോവിന്ദിനെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ രേഖ പറയുകയാണ്, അല്ല ഗോവിന്ദേട്ട ഇതെവിടെയാണ് പോയത്, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അങ്ങനെ അവിടെ മുറിക്കകം മുഴുവനും അരിച്ച് നോക്കുകയാണ്, എന്നിട്ട് പുള്ളിക്കാരനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ രേഖ പറയുകയാണ്, രഞ്ജു, ചിലപ്പോൾ ഗോവിന്ദേട്ടൻ ബാൽക്കണിയിലുണ്ടായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖയോട് നമ്മുടെ രഞ്ജു പറയണം, അത് ചിലപ്പോൾ ശരിയായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി മെല്ലെ പമ്മി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രേഖയോട് രഞ്ജു പറയാണ്, മിക്കവാറും പുള്ളിക്കാരന് ഗീതുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലെ ബാൽക്കണി ചെന്നിങ്ങനെ വിരക ദുഃഖത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും, നമുക്കതിൻ്റെ വീഡിയോ എടുത്ത് എന്തായാലും നമുക്ക് ഗീതുവിന് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ചെല്ലുകയാണ്. ചെന്നിട്ട് നോക്കുമ്പോൾ ബാൽക്കണി ചെല്ലുമ്പോഴത്തേക്ക് ഒരു പാട്ടൊക്കെ കേൾക്കുകയാണ്. നമ്മുടെ അയ്യപ്പനും നമ്മുടെ ഗോവിന്ദും കൂടി തമ്മിൽ മദ്യപിക്കുകയാണ്. താഴെ ഇരുന്നിട്ട് ഗണപതിയെ വെച്ചിരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തോട്ടേക്ക് മാറ്റിയിട്ട് രണ്ടുപേരും കൂടി കസേര ഇട്ടിരുന്ന് ഒരു ടേബിളിൻ്റെ പുറത്ത് കുറേ കുപ്പിയൊക്കെ ഉണ്ട്. രണ്ടാളും നന്നായിട്ട് മദ്യപിക്കുകയാണ്. രണ്ടുപേരും നല്ല പൂസിലാണ്. ഭയങ്കര ഉച്ചത്തിൽ പാട്ട് പാടുകയാണ്. നമ്മുടെ ഗോവിന്ദൻ പാടുന്നുണ്ട്, നമ്മുടെ അയ്യപ്പനും പാടുന്നുണ്ട്. എന്തുവാണ് പാട്ട്? വാതിൽ മെല്ലെ തുറന്നു ആരോ എന്നൊക്കെ ഉള്ളൊരു പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അയ്യപ്പനോട് ഗോവിന്ദ് പറയാണ്, എടോ മനുഷ്യ, നിങ്ങൾ ഈ പാട്ടിനെ കൊല്ലാതെ ഇങ്ങനെയൊന്നും അല്ല ഇത് പാടേണ്ടത് എന്നൊക്കെ പറയുകയാണ്. ശരി,
ശരിക്കും പറയുകയാണെങ്കിൽ ആ പുള്ളിക്കാരനും ആ പാട്ടിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, എന്താണ്, വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ വന്നൻ ജീവനിലേറിയ ഗീതു എന്ന് പറയുന്നൊരു പാട്ടാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഈ പാട്ടിങ്ങനെ ഉറച്ചുറച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രേഖ പറയുകയാണ്, ഇന്നെന്തായാലും വാതിൽ മെല്ലെ തുറന്ന് ഗീതു ഇങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം 2 പേരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയ്യപ്പനും ഗോവിന്ദും കൂടി നമ്മുടെ കസേരയിലിരിക്കുന്ന അയ്യപ്പനെ ഗോവിന്ദ് പൊക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വല്ലതും നടക്കുമോ? ഒരു രക്ഷയില്ല, ആന വന്നാൽ പോലും നടക്കില്ല. അങ്ങനെ അവർ 2 പേരും കൂടി അവിടെ കിടന്ന് അറുമാദിക്കുകയാണ്. ഗീതു ഇല്ലാത്ത ഗ്യാപ്പിൽ ഭയങ്കരമായിട്ട് അറുമാദിക്കുകയാണ്. അതിനൊരു തടയിടാനായിട്ട് നമ്മുടെ രഞ്ജു പറയുകയാണ്, എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തത് കൊണ്ട് ഗീതു ഇവിടെ എത്തിക്കോളും. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേഖ പറയുകയാണ്, ഇപ്പം തന്നെ ഗീതു ഇവിടെ എത്തുന്ന മാത്രമല്ല, ഗോവിന്ദേട്ടൻ്റെ അഹങ്കാരവും ഇതുപോലുള്ള തോന്നിയാസവും ഇന്ന് തന്നെ ഗീതു നിർത്തിക്കൊടുത്തേക്കും. അവൾ ആളാരാ മോള് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിലുണ്ടല്ലോ, അവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഗോവിന്ദിനെ കാണാത്തതിൻ്റെ ആ ഒരു മനോവിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരനെ പറ്റി സ്വപ്നമൊക്കെ കണ്ട് ഇരിക്കുകയാണ് പുള്ളിക്കാരത്തി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, വീഡിയോ ഒക്കെ വരാനായിട്ട് ഒരുപാട് താമസം വരുന്നുണ്ട്. അതായത് ഇന്നലത്തെ വീഡിയോ ഫുള്ളും, അതായത് 4 വീഡിയോ ആണ് ആകെപ്പാട് ചെയ്യുന്നതെങ്കിലും അത് അപ്പോൾ തന്നെ ഇടാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര മഴയാണ്. മഴയുടെ പ്രശ്നവും പിന്നും പോട്ടെ എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു ശബ്ദത്തിൽ കുറച്ച് എന്നുള്ള ശബ്ദം വരുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഒടുക്കത്തെ ഇടിയാണ്, ഇടിമിന്നലുണ്ട്. ഇപ്പം തന്നെ നല്ല ഇടി വെട്ടുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.